ഹായ്, ഇറ്റ്സ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോഡി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് ഡെങ്കു ഫീവർ, എന്താണ് ഡെങ്കു ഫീവർ, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഡെങ്കു ഫീവർ അല്ലെങ്കിൽ ഡെങ്കിപ്പനി? ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉപഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന ഒരു കൊതുകുകൾ പരത്തുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി എന്നത്. ഇത് ഈഡിസ് ഈജിപ്ഷ്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്, ഡെങ്കിപ്പനി. ഇതിന് 80% രോഗലക്ഷണമില്ല. പിന്നെയുള്ള ബാക്കി ഉള്ള 20%-ലാണ് രോഗലക്ഷണങ്ങൾ കാണുന്നത്. അതിൽ പനി, കടുത്ത തലവേദന, സന്ധിവേദന, ചർമ്മത്തിലെ ചൊറിച്ചിൽ, ചർമ്മത്തിലെ ചുണങ്ങ എന്നിവയാണ്, ഛർദി എന്നിവയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങളെന്ന് പറയുന്നത് ഡെങ്കിപ്പനിയുടെ. 2023 ഏകദേശം 5 ദശലക്ഷത്തിലധികം ആളുകൾക്ക് ഇത് വന്നുവെന്നാണ് കണക്ക്. അതോടൊപ്പം 5000-ലേറെ മരണങ്ങൾ സംഭവിച്ചുവെന്നും പറയുന്നു 2023. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 15 BC കാലഘട്ടം മുതലേ ഇതുണ്ടെന്ന് പറയപ്പെടുന്നെങ്കിലും ഇത് വ്യാപനമായത് അല്ലെങ്കിൽ വ്യാപകമായത് AD 15 മുതൽ 19-ാം നൂറ്റാണ്ടിൽ ഉള്ള ആ ഒരു വ്യാപാര വികസനവും ലോകത്തിൻ്റെ ആ ഒരു വികാസവും അല്ലെ വ്യാപാര വികസനവും അതിനുള്ള പുരോഗതിയും ഒക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള കച്ചവടങ്ങളും എല്ലാം കാരണം ആഫ്രിക്കയിൽ നിന്നുമാണ് ഇത് വ്യാപകമായതെന്നാണ് പറയുന്നത്. അതോടൊപ്പം 18-ാം നൂറ്റാണ്ടിൽ ജക്കാർത്ത, കെയ്റോ തുടങ്ങിയ നഗരങ്ങളിൽ ഇത് വ്യാപിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് 18-ാം നൂറ്റാണ്ടിൽ. പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടി ഇത് വ്യാപനം തുടർന്നു. പിന്നീട് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് വ്യാപിക്കുകയായിരുന്നു. പിന്നീട് 1970-കൾക്ക് ശേഷം തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് ഇത് വ്യാപിച്ചു. അങ്ങനെ കൊതുകുകൾ പരത്തുന്ന പെൺകൊതുകുകൾ, ഈജിപ്റ്റ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകൾ പരത്തുന്ന ഒരു രോഗമാണിത്. ഇതിന് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം ഇത് വെസ്റ്റ് ഇൻഡീസ് സ്പാനിഷ് ഭാഷയിൽ നിന്നുമാണ് ഈ ഡെങ്കു എന്ന പേര് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഡെങ്കിപ്പനി. 2023 ഏകദേശം 5 ദശലക്ഷത്തിലും ആളുകൾക്ക് വന്നുവെന്നും അതോടൊപ്പം 5000-ലേറെ മരണങ്ങൾ സംഭവിച്ചുവെന്നുമാണ് റിപ്പോർട്ടുകൾ ഡെങ്കിപ്പനിയുടെ. ഇതിന് ആൻറ്റിവൈറൽ ചികിത്സകൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, മരുന്നുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇത് തടയാനുള്ള പ്രതിവിധി അല്ലെങ്കിൽ ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് കൊതുക് കടി ഏൽക്കാതിരിക്കുക അല്ലെങ്കിൽ കൊതുകിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. മാലിന്യങ്ങളൊന്നും കൂട്ടം കൂടി ഇടാതിരിക്കുക, അല്ലെങ്കിൽ കൊതുക് വ്യാപിക്കുവാനായിട്ടുള്ള കാരണമാകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും. മാക്സിമം ഇത് വരാതെ നോക്കിയാണ് ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.